കാൽ നൂറ്റാണ്ടായി പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായ UAE ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്നോണം മർഹൂം AP അസ്ലം സാഹിബിന്റെ താൽപര്യപ്രകാരം UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അനുവദിച്ച സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പത്നി ഷെയ്ഖ ഹിന്ദ് ബിൻത് മക്തൂം ബിൻ ജുമാ അൽ മക്തൂം ഖുർആൻ പഠന ഗവേഷണങ്ങൾക്കായി രൂപം നൽകിയ സ്ഥാപനമാണ് മർക്കസുൽ മനാർ. വികസന പാതയിൽ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ദുബായ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ സ്ഥാപനത്തിൽ മലയാളികൾ മാത്രമല്ല, ജാതി മത വർഗ ദേശ വ്യത്യാസമില്ലാതെ ഏവർക്കും ഇസ്ലാമിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനുമായി അതിവിപുലമായ സൗകര്യമാണ് ഉള്ളത്. അന്താരാഷ്ട്ര പ്രശസ്തമായ ദുബായ് പീസ് കൺവെൻഷന്റെ സംഘാടകരായ അൽമനാർ ഇന്ന് UAE-യിലെ പ്രധാനപ്പെട്ട പ്രബോധന കേന്ദ്രങ്ങളിലൊന്നാണ്. ഖുർആൻ മനഃപാഠമാക്കുന്നതിനായി രൂപപ്പെടുത്തിയ കോഴ്സാണ് സെന്ററിലെ പ്രധാന സംരംഭങ്ങളിലൊന്ന്. 6 വയസ്സിനു മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സമ്പൂർണമായി ഹൃദിസ്ഥമാക്കാനുള്ള സൗകര്യം, പ്രവാസികളായ മുതിർന്നവർക്ക് ഖുർആനും ഹദീസും അർത്ഥവും വ്യാഖ്യാനവും അറബി ഭാഷാ വ്യാകരണവും പഠിക്കാനുള്ള വിവിധ തലത്തിലുള്ള കോഴ്സുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രതിവാരം മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള മദ്രസകൾ എന്നിവ ശ്ലാഘനീയമാം വിധം പ്രവർത്തിക്കുന്നു. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ തനിമയാർന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന വീക്കിലി ക്ലാസുകൾ, ഫാമിലി ക്ലാസുകൾ, തസ്കിയത്ത് ക്ലാസുകൾ, സാഹിത്യ സമാജങ്ങൾ, ഈദ്ഗാഹ്, ഇംഗ്ലീഷ് ഭാഷയിൽ ജുമുഅ ഖുതുബ ട്രാൻസ്ലേഷനുകൾ, ഓഡിയോ വീഡിയോ CDകൾ, വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ, റഫറൻസ് സൗകര്യമുള്ള ലൈബ്രറി എന്നിവ സെന്ററിന്റെ പ്രത്യേകതയാണ്. ക്ലാസുകൾക്കായി ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെന്റർ സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നുണ്ട്. ആരോഗ്യവും ഒഴിവു സമയവും എന്തിനു ചെലവഴിച്ചു എന്ന് നാഥൻ നാളെ ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ടവരാണ് നാം. ഇസ്ലാമിക പ്രബോധനത്തിന് അനൽപമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകാനുള്ള അവസരം തീർച്ചയായും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. دوما أصحى قبل الشمس بيدي قلمي أكتب درسي أشكر ربي كل صباح فرعايته سر نجاحي دوما أصحى قبل الشمس بيدي قلمي أكتب درسي. السلام عليكم ورحمة الله وبركاته. بسم الله إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم.
യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവാധിനാഥനും സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചര്യയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനുമായി പല വിധത്തിലുള്ള സദസ്സുകളും പല വിധേനയുള്ള സംവിധാനങ്ങളും ഉള്ളവരും അത് ഉപയോഗപ്പെടുത്തുന്നവരുമാണ്. അതിനാൽ തന്നെ ഇൽമ് അന്വേഷിക്കുന്ന, പഠിക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഗ്രഹിക്കുന്ന സംവിധാനങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയും ലോകത്തുള്ള ഓരോ ജീവികളും ജന്തുക്കളും എല്ലാം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്നുമൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ സംഗതികളാണ്. കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ഒരുപാട് അറിവുകളുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായ അറിവ് അള്ളാഹുവെ കുറിച്ചുള്ള അറിവായിരിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയുക അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വ്യക്തിപരമായ ജീവിതം നന്നാകുവാനും നന്നാക്കി തീർക്കുവാനും ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് ഇഹലോകത്ത് നന്മ ചെയ്യുന്നവനായി തീരാൻ അവനോട് നിർദ്ദേശിച്ച ഉപദേശ നിർദ്ദേശങ്ങൾ, ഇത് പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ പല ആളുകളും അശ്രദ്ധാലുക്കളാണ്. നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിന്റെ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും, അതുപോലെ തന്നെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട എത്രയോ കാര്യങ്ങൾ, ദൈനംദിന ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സഹാബി വര്യന്മാർ ഓരോ സമയങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ഇന്ന ആൾ പോയിട്ട് പഠിക്കുമ്പോൾ അയാളുടെ മറ്റേ സ്നേഹിതൻ അദ്ദേഹം ജോലിക്ക് പോവുകയാണ്. എന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് ചോദിക്കുന്നു, എന്താണ് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ? അങ്ങനെ അത് ചോദിച്ച് പഠിച്ച് അത് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അത് പ്രവാചകനിൽ മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ച വലിയ വലിയ ഹദീസിന്റെ രചയിതാക്കൾ, മുഹദ്ദിസുകൾ, അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാനും പ്രബോധനം ചെയ്യുവാനും അത് ആളുകൾക്ക് നുകർന്നു കൊടുക്കാനുമായിരുന്നു. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസ്ഹുൽ കുതുബ് ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും അധികം സ്വീകാര്യമായ ഗ്രന്ഥം അശ്ശൈഖുൽ ഇമാമുൽ ഹാഫിദ് അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബിൻ ഇബ്രാഹിം അൽ മുഈറത്തുൽ ബുഖാരി റഹിമഹുല്ലാ രചിച്ച സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ഒരു വ്യക്തി, മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് ഒരുപാട് കിലോമീറ്ററുകൾ പല രാജ്യങ്ങളിലൂടെ നടന്ന് അന്വേഷിച്ചുകൊണ്ട് ഓരോ വ്യക്തികളെയും പരിശോധിച്ച് സൂക്ഷ്മജ്ഞതയോടെ ആ കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് തന്റെ ഹദീസിന്റെ ഗ്രന്ഥത്തിലേക്ക് എഴുതി വെക്കുന്നതിന് മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ
ഞാൻ എഴുതി വെക്കുന്ന ഈ ഹദീസ് അത് സ്വഹീഹായ രീതിയിലാക്കി തീർക്കണമേ എന്ന് 6 ലക്ഷം ഹദീസ് പഠിച്ചു. ആയിരക്കണക്കിന് ഗുരുനാഥന്മാരുടെ അരികിൽ പോയിക്കൊണ്ട് ഹദീസ് പഠിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് 90,000-ലധികം ശിഷ്യന്മാരാണ് അദ്ദേഹത്തിനുള്ളത്. ഗുരുനാഥന്മാർ മുഴുവനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി മാറി. അത്രത്തോളം അള്ളാഹ് കൊടുത്ത ബുദ്ധി കൊണ്ട് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് റബ്ബിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ ബല്ലിഗൂ അന്നീ വലൗ ആയ, എന്നിൽ നിന്നൊരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന, ഹദീസ് എത്തിക്കണം, ആയത്ത് എത്തിക്കണം എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രിൻ ഫാഇലിഹി, ഒരു നന്മ ആരെങ്കിലും മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കിയ സുന്നത നമസ്കാരങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, അതുപോലെ സ്തോത്രങ്ങൾ, അതുപോലെ കീർത്തനങ്ങൾ, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പ്രഭാതത്തിൽ ചൊല്ലുന്ന, അയാൾ പ്രദോഷത്തിൽ ചൊല്ലുന്ന, അയാൾ ഓരോ സമയങ്ങളിൽ വസ്ത്രം ധരിക്കുമ്പോൾ, അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വാഹനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളിലൂടെ ഒരാൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് മുഴുവൻ നമുക്ക് നന്മയാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് ബുഖാരിയും മുസ്ലിമും തുർമുദിയും നസായിയും ഇബ്നു മാജയും അബൂദാവൂദും ഹാക്കിമും ബൈഹഖിയും ദാറഖുത്നിയും ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുള്ളയും ഇങ്ങനെ എത്രയോ ആളുകൾ അവരുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമായിട്ടാണ് സമയം കണ്ടെത്തിയത്. അവർക്ക് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ആ ജോലി അത് നാളേക്ക് സമ്പാദിക്കണമെന്ന വെമ്പലിൽ ഓടുന്നവരായിരുന്നില്ല. അവർ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചുകൊണ്ട്, ആ ഹലാലായ മാർഗത്തിലൂടെയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട്, വസ്ത്രം ധരിച്ചുകൊണ്ട്, പാർപ്പിടം അങ്ങനെയാക്കിയിട്ട് യാ റബ്ബ് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ മരണത്തിന് ശേഷവും ഇന്നും നമ്മൾ അവരെ സ്മരിക്കുകയാണ്. ഓരോ ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ, ഓരോ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ, ഓരോ മുഫസ്സിറുകളെ നമുക്ക് ഓർമ്മ വരുന്നു, ഓരോ മുഹദ്ദിസുകളെ നമുക്ക് ഓർമ്മ വരുന്നു, ഓരോ ഫുഖഹാക്കളെ നമുക്ക് ഓർമ്മ വരുന്നു. അവരെത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു പോയിട്ട് പോലും അവരെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അറിവുകൾ, ഇത് നമ്മൾ പഠിക്കാനും ഗ്രഹിക്കാനും, കാരണം അറിവ് പഠിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യം ലഭ്യമാവുക, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മലക്കുകളുടെ പ്രാർത്ഥന ലഭ്യമാവുക, അതുപോലെ അള്ളാഹുവെ ഭയപ്പെടുവാൻ കഴിയുക. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവെ ധാരാളമായി കൊണ്ട് അല്ലെങ്കിൽ അധികവും ഭയപ്പെടുന്നത് അറിവുള്ളവരായിരിക്കും, ജ്ഞാനികളായിരിക്കും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അതിന്റെ അടിസ്ഥാനത്തിൽ അറിവ് പഠിക്കൽ വിശ്വാസിയുടെ ബാധ്യതയായി തീരണം, മതപരമായ അറിവ്. അതുപോലെ യർഫുല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, അറിവന്വേഷിക്കുന്ന പഠിക്കുന്ന ആളുകളെ പല പദവികളായി, ദറജകളായി അള്ളാഹു ഉയർത്തുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ആ അറിവുകൾ അന്വേഷിച്ചുകൊണ്ട് നന്മയിലൂടെ സഞ്ചരിക്കുവാനും അതിലൂടെ പ്രവഹിക്കുവാനും അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് കടന്നു പോകാനും വിശ്വാസികളായ ആളുകൾ വെമ്പൽ കൊള്ളണം. ഒരുപാട് ഖുർആൻ സ്റ്റഡി സെന്ററുകൾ, അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ, ഒക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഈ രാജ്യത്ത് തന്നെ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജോലി കഴിഞ്ഞാലും നമുക്ക് പഠിക്കാനുള്ള ഈ സംവിധാനങ്ങളെ വിശ്വാസികളായ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എന്നത് നമ്മുടെ ഇഹലോക ജീവിതം, ഈ ഇഹലോക ജീവിതം നൈമിഷികമാണ്, ഇത് ശാശ്വതമല്ല. വരാനിരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ ജീവിതം. ആ ജീവിതത്തിന് വേണ്ടിയായിരിക്കണം വിശ്വാസികളായ ആളുകൾ ഒരുങ്ങേണ്ടതും തയ്യാറാവേണ്ടതും. അതല്ലാതെ ഇഹലോകത്തിലെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലൂടെ അവന്റെ ജീവിതം ഇങ്ങനെ ഭയങ്കരമായ തിരക്കിന്റെ ഉടമകളായിക്കൊണ്ട് അവന്റെ ജോലിയിൽ നിന്ന്, ആ ജോലി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഓടുകയാണ്. ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ ധൃതിയിലൂടെ മനുഷ്യരിങ്ങനെ ഓടി ഓടി നടക്കുകയാണ്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ എപ്പോഴോ നമ്മിലേക്ക് മരണം കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയായിക്കൊണ്ടാണോ ഞാൻ മരിക്കുന്നത്? എപ്പോഴും എന്നിലേക്ക് മരണം കടന്നു വന്നേക്കാം. എത്ര വലിയ കെട്ടിട കൊട്ടാരങ്ങളിലേക്കും രമ്യഹർമ്മങ്ങളിലേക്കും മണിമേടകളിലേക്കും സോപാനങ്ങളിലേക്കും ശീതീകരിച്ച സംവിധാനങ്ങളിലേക്കും മരണം കടന്നു വന്നേക്കാം. അതുകൊണ്ട് ആ മരണത്തിന് മുന്നോടിയായിക്കൊണ്ട്
തന്റെ റബ്ബിങ്കൽ സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിക്കൊണ്ട് മരിക്കാൻ എന്റെ ജീവിതത്തിൽ എന്തുണ്ട്, ഞാൻ എന്ത് പഠിച്ചു, എന്തു നേടി എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്ര സൂറത്തുകൾ നമുക്ക് ഹൃദിസ്ഥമാക്കാൻ കഴിഞ്ഞു, എത്ര ഹദീസുകൾ പഠിക്കാൻ കഴിഞ്ഞു, എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്കറിയാം, റസൂലുള്ളാഹിയുടെ എത്ര ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയുണ്ട് നമ്മുടെ അരികിൽ, എത്ര നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒന്നുമില്ല. വളരെയധികം നിസ്സാരമായ ഇൽമിന്റെ പിന്നാലെ അത് മാത്രം അറിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഇങ്ങനെ വലിയ ആലിമീകളായിട്ടും വലിയ പണ്ഡിതന്മാരുമായി മാറാതെ ഇനിയും ഇനിയും പഠിക്കണം എന്നും ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് ജിബ്രീലിന്റെ മുന്നിൽ വിദ്യ അഭ്യസിക്കാനിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ ലക്ഷക്കണക്കിന് സഹാബിവര്യന്മാർ വിദ്യ നുകരാനിരുന്ന താഴ്മയോടെ നമുക്ക് പഠിക്കാൻ കഴിയണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയേ മതിയാകൂ. കാരണം ഇവിടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ നമുക്കില്ല, പലപ്പോഴും അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല. ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ, സെന്ററുകൾ ഒക്കെയുണ്ട്, പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ ഒരുപാട് സൈറ്റുകളിലൂടെ സെർച്ച് ചെയ്തുകൊണ്ട് വിദ്യ നമുക്ക് നേടാം, പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഗതികളാണ്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ്. പലപ്പോഴും നമ്മൾ ഒരുങ്ങിയിട്ടില്ല, നമ്മൾ തയ്യാറായിട്ടില്ല. ഈ മരണത്തിന്, നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരുമെന്നതും എവിടേക്കും അത് സംഭവിക്കുമെന്ന ചിന്ത, അത് നമ്മൾ ഒരിക്കലും അതിൽ അശ്രദ്ധമായി പോകാൻ പാടില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും മരിക്കേണ്ടവനാണ്, മരണമെന്നത് കടന്നു വരും എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ഓരോ ജീവിതത്തിന്റെ നിമിഷങ്ങൾ കടന്നു പോകുമ്പോഴും മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ എന്റെ അരികിൽ എന്തുണ്ട് എന്നായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട സംഗതി, ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിൽ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ഇമാം ഓതുമ്പോൾ, ഇമാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ എത്ര ആയത്തുകൾ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് വന്നുവോ, നിങ്ങൾക്ക് വന്നുവോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ആയത്തുകളിലൂടെ നമ്മൾ കടന്നുപോയി. മഹാന്മാരായ പ്രവാചകന്റെ അനുചരന്മാര്, പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഇമാമ് നിൽക്കാൻ പ്രവാചകന്റെ കൽപ്പനയുണ്ടായ സന്ദർഭത്തിൽ ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ കരയുകയാണ്. അദ്ദേഹത്തിന്റെ നമസ്കാരം പിറകിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, ഖുർആൻ പാരായണം കേൾക്കാൻ കഴിയുന്നില്ല. തേങ്ങി തേങ്ങി കരയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് തന്നെ തലമുടികൾ നരച്ച സന്ദർഭത്തിൽ പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ തലമുടികൾ നരച്ചുവോ പ്രവാചക എന്ന് ചോദിക്കുമ്പോൾ സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ ഹദീദും സൂറത്തുൽ മുർസലാത്തും പാരായണം ചെയ്തു. ഗഹനമായ ചിന്തകളിലൂടെ കടന്നുപോയത് കൊണ്ട് അവിടുത്തെ മുടികൾ 20ഓളം മുടികൾ നരച്ചിരുന്നുവെന്ന് നമുക്കറിയാം പ്രവാചകന്റെ മരണസമയത്ത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും വിശുദ്ധ ഖുർആൻ സുദീർഘമായി കൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് കരയുന്ന ഒരു പ്രവാചകൻ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബി വര്യനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട്, ഇബ്നു മസ്ഊദേ, എനിക്ക് ഖുർആൻ ഒന്ന് ഓതി തരുമോ ഇബ്നു മസ്ഊദേ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ മറുപടി, അല്ലാഹുവിന്റെ ഗ്രന്ഥം അങ്ങേക്കല്ലയോ അവതീർണമായത് പ്രവാചക, ഞാൻ അങ്ങേക്ക് എന്തിനാണ് ഈ ഖുർആൻ പാരായണം ചെയ്തു തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് മറ്റൊരാളെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇബ്നു മസ്ഊദേ, ഞാനത് വേറൊരാൾ പാരായണം ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ സൂറത്ത് നിസായിലൂടെ അദ്ദേഹത്തിന്റെ പാരായണം ഇങ്ങനെ കടന്നുപോയി. രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പൊഴിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, പ്രവാചകന്റെ സഹാബിയായ ശത്രുക്കൾ പോലും അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ഭയവിഹ്വാലരാകുന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് രണ്ടാമനായി കൊണ്ട് പ്രവേശിക്കുന്നത് ഉമറേ, നിങ്ങളാണ് സ്വർഗ്ഗത്തിലേക്ക് രണ്ടാമതായി പോകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞുവെങ്കിൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സഅദ്, സഈദ്, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്
അബൂബൈത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു തആല അൻഹും. ഈ 10 പേരുടെ പേരുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ രണ്ടാമതായി പറയുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ധീരനാണ്. പക്ഷേ അദ്ദേഹം സൂറത്തിൽ വാക്യ പാരായണം ചെയ്താൽ കരയുകയാണ്. അദ്ദേഹത്തിന്റെ മകനിലേക്ക് കടന്നു ചെല്ലൂ. ഇബ്നു ഉമർ പ്രവാചകന്റെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഉറക്കത്തിലും ഉണർച്ചയിലും സമീപനങ്ങളിലും സമ്പ്രദായങ്ങളിലും അതേ പ്രകാരം ജീവിതത്തെ അനുകരിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ ഉള്ള ആയത്തുകളിലൂടെ കടന്നുപോയാൽ ഒരു ചെറിയ കുട്ടി വാവിട്ട് കരയുന്നത് പോലെ പൊട്ടി പൊട്ടി കരയുന്നു. ആര്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അവരൊക്കെ അങ്ങനെയായിരുന്നു, നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഖുർആനിന്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്തതിനാലും അത് മനസ്സിലാക്കാൻ കഴിയാത്തതിനാലും നമ്മൾ പലപ്പോഴും അശ്രദ്ധാലുക്കളാണ്. സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, അവർക്ക് സംവിധാനങ്ങൾ കുറവായിരുന്നു. എന്നിട്ട് പോലും അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രബോധകരായിക്കൊണ്ട് കടന്നു ചെല്ലുകയും അള്ളാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്തുവെങ്കിൽ നമ്മൾ എത്ര ആയത്തുകൾ പഠിച്ചു, പ്രബോധനം ചെയ്തു. നമ്മുടെ നാവിൻ തുമ്പിലൂടെയോ നമ്മുടെ പേനയിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെയോ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി എത്ര പേരുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന എത്ര ആൾ. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക്, ഗേഹത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. ആ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് കഴിഞ്ഞു പോകും. സ്വന്തം മുഅ്മിനാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഫദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണനായ ഒരു മുസ്ലിമായിക്കൊണ്ട് നീ മാറിക്കോ എന്ന് വിശ്വാസികളോട് പറയുന്നുണ്ട്. നമ്മൾ മാറിയോ? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിഞ്ഞു പോകും ഇല്ല. അതുകൊണ്ട് കഴിയേണ്ടതുണ്ട്. കഴിയണമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴേ ഇതിനെല്ലാം യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ, ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം ഉണ്ടാവുകയുള്ളൂ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയുള്ളൂ. അതിന് വിശ്വാസികൾക്ക് പരലോക ചിന്തയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആദ്യമായി ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഖുതുബകളിലൂടെയും 500-ലധികം ഖുതുബകൾ അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ സന്ദർഭങ്ങളിലും പരലോകത്തെ കുറിച്ചായിരുന്നു സഹാബി വര്യന്മാരെ ബോധവൽക്കരിച്ചിരുന്നത്. നമ്മളോ ഭൗതിക പ്രമത്തതയിൽ ആടിയുലയുന്ന അതിനുള്ള ആയത്തുകളും അതിനുള്ള ഹദീസുകളും അതിനുള്ള സംവിധാനങ്ങളും സെർച്ച് ചെയ്യുകയും അതുമാണ് നമ്മുടെ ചർച്ച. പരലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകളിലേക്ക് പോകുന്നത് പോലും അലർജിയായി മാറി, അത് കേൾക്കുന്നത് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയായി മാറി. പോരാ, മാറണം, നമ്മുടെ മനസ്സ് മാറണം, ശരീരം മാറണം. മലീമസമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാൻ, റബ്ബിങ്കിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്ന ഓർമ്മ നമ്മിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനെ പരലോക ചിന്ത ഉണ്ടായേ മതിയായി തീരുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിലൂടെ ഖിയാമത്ത് നാളിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് നാമങ്ങൾ അള്ളാഹു ഈ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് അന്ത്യനാളിന് ഒരുപാട് പേരുകൾ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അൽ യൗമുൽ ആഖിർ എന്നൊരു പേരുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത് ഒരുപാട് നാമങ്ങളിലൂടെ, ഒരുപാട് പേരുകളിലൂടെ, ഒരുപാട് നല്ല നല്ല രീതിയിൽ ഈ ആയത്തുകളിലൂടെ അന്ത്യദിനത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയത് അതിന്റെ ഗൗരവത്തെ മനസ്സിലാക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേരുകൾ ഖിയാമത്ത് നാളിനെ അള്ളാഹു വിളിച്ചതായിട്ടും വിശദീകരിച്ചതായിക്കൊണ്ടും കാണാം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഖാമസ്സലാ വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ്. സൂറത്ത് തൗബയുടെ 18-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു അവിടെ പരിചയപ്പെടുത്തുന്നത് യൗമുൽ ആഖിർ എന്നാണ്. ആ അന്ത്യദിനത്തെ പരിചയപ്പെടുത്തുന്ന ഓരോ ആയത്തുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ അൽ ആഖിറ എന്ന് മറ്റൊരായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ആയത്തുകളിലൂടെ, ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ ഖുർആനിലൂടെ അന്ത്യദിനത്തെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റൊരായത്തിൽ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്നതും അതുപോലെ തന്നെ
ബഅസിന്റെ ദിവസം, പുനർജീവിക്കുന്ന ദിവസം, ഇങ്ങനെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു ചെന്ന ഒരുപാട് ആയത്തുകളിലൂടെ നമ്മളിങ്ങനെ ഓതുന്ന എത്രയോ ആയത്തുകളെന്ന് പരിശോധിച്ച് നോക്കി. ആ ആയത്തുകളിലൂടെയൊക്കെ ഒരുപാട് പേരുകളായിക്കൊണ്ട് അള്ളാഹു ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തുകയാണ്. ഘോര ശബ്ദമായിക്കൊണ്ട് യൗമുൽ ഖുറൂജ്, ദാലിക യൗമുൽ ഖുറൂജ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അൽ ഖാരിഅതു മൽ ഖാരിഅ, ഭയങ്കരമായ സംഭവം, ഭയങ്കരമായ ആ സംഭവം ശക്തമായി മുട്ടുന്നത് അല്ലെങ്കിൽ ഇടിക്കുന്നത് എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ അൽ ഖാരിഅ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ യൗമുൽ ഫസിൽ, നിർണയത്തിന്റെ, നിർണായകമായ തീരുമാനത്തിന്റെ ദിവസം എന്ന് വിശുദ്ധ ഖുർആൻ ഈ അന്ത്യദിനത്തെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ ആയത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ത്വാമ്മത്തുൽ കുബ്രയായിക്കൊണ്ട് ഫഇദാ ജാഅതിത് ത്വാമ്മത്തുൽ കുബ്ര, ത്വാമ്മത്തുൽ കുബ്ര എല്ലാ കാര്യങ്ങളെയും അതിജയിക്കുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇൻഡെക്സ് പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരലോക ശ്രദ്ധ കടന്നു വരണമെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സൂറത്തുകൾ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ ഹദീദ്, മുർസലാത്ത്, ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ പരലോക ശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഖബർ ജീവിതത്തെ കുറിച്ചും അതുപോലെ തന്നെ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചുമൊക്കെ പരാമർശിക്കുന്ന ആയത്തുകളിലൂടെ വിശ്വാസികളായ ആളുകൾ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോൾ അവർക്ക് ഇഹലോക ജീവിതം എന്നത് വളരെ കുറച്ച് മാത്രമാണ്. സമയം നീക്കിവെക്കേണ്ടതും ഒരുങ്ങേണ്ടതും തയ്യാറാവേണ്ടതും പരലോകത്തിന് വേണ്ടിയാണ് എന്ന ഓർമ്മ കടന്നു വരും. കാരണം എല്ലാം അവസാനിക്കുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, ഭൂലോകത്തുള്ള മുഴുവൻ നശിക്കുന്നതാണ്, മഹത്വവും ഉദാരതയും നിറഞ്ഞ അള്ളാഹുവിന്റെ മുഖമൊഴിച്ച് ബാക്കി എല്ലാം നശിക്കുന്നതാണ്. അപ്പൊ ആയത്തുകളിലൂടെ കടന്നു ചെന്നാല് കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, അവന്റെ തിരുമുഖമൊഴിച്ച് എല്ലാ വസ്തുക്കളും നാശമടയുന്നതാണ്. അപ്പോ അള്ളാഹു ഒഴികെ ബാക്കി എല്ലാം നശിച്ചു പോകും. എല്ലാം വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയവരും വലിയ വലിയ സമ്പത്തിന്റെ ഉടമകളായി ഇഹലോകത്ത് ജീവിച്ചിരുന്നവരും ഒന്നിനും കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിരാകരിക്കപ്പെട്ടവരും പട്ടിണിപ്പാവങ്ങളും ദരിദ്രന്മാരും അതുപോലെ തന്നെ മിസ്കീനുകളും എല്ലാം, എല്ലാവരും, എല്ലാ ജന്തുക്കളും ജീവവർഗങ്ങളും എന്തൊക്കെയുണ്ടോ ഏതൊക്കെയുണ്ടോ എല്ലാം നശിച്ചു പോകും അള്ളാഹു ഒഴികെ. അപ്പോ ആ ദിനത്തെ സംഭവിക്കാൻ വരാൻ പോകുന്ന ആ സംഭവത്തെയും ദിനത്തെയും വിശ്വാസികളായ ആളുകൾ അവർ ജീവിതത്തിന് തയ്യാറാവുക. കാരണം ഖിയാമത്ത് നാളിനെ പരിചയപ്പെടുത്തിയ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, സുമ്മ യുൻഫഹു ബിസ്സൂർ ഫലാ യസ്മഉ അദുൻ ഇല്ലാ അസ്ആലീതൻ വറഫഅലീത, കാഹളത്തിൽ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ അത് കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആരുമില്ല, തന്റെ പിരടി ചിരിക്കുകയും ഉയർത്തുകയും ചെയ്യാതെ ആദ്യമായി കൊണ്ടത് കേൾക്കുന്ന വ്യക്തി, ആദ്യമായി കൊണ്ട് ഈ സൂർ കാഹളത്തിൽ ഊതുന്ന ആ ഊത്ത് കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന വ്യക്തി അത് തന്റെ ഒട്ടകത്തിന് വേണ്ടി ഹൗള് ഇങ്ങനെ നന്നാക്കിയിട്ട് വെള്ളം കുടിക്കാനുള്ള സംവിധാനം നന്നാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആദ്യമായി കൊണ്ട് അത് കേൾക്കുക. അതുപോലെ തന്നെ ഈ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സന്ദർഭത്തിൽ രണ്ടാളുകൾ അവർ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയായിരിക്കും. കച്ചവടം ഇങ്ങനെ വിൽക്കാനും വാങ്ങാനും വേണ്ടി അയാളുടെ വസ്ത്രം ഇങ്ങനെ നിവർത്തിയിട്ടുണ്ടാവും, എന്തിന്? ഈ കച്ചവടം നടത്താൻ വേണ്ടി. പക്ഷേ അത് വിരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സംഭവം സംഭവിക്കുകയാണ്. അതുപോലെ ഒരാൾ ഒട്ടകത്തിന്റെ പാൽ കറന്നെടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് അതുമായി ഇങ്ങനെ പോകും. പക്ഷെ അത് കുടിക്കുന്നതിന് മുമ്പ് അയാളിലേക്ക് മരണം കടന്നു വരും. തന്റെ വായിലേക്ക് അത് ഉയർത്താൻ അയാൾക്ക് സാധിക്കുകയില്ല. അതിനു മുമ്പേ അയാളിലേക്ക് മരണം അതിനു മുമ്പേ ഖിയാമത്ത് സംഭവിക്കുകയാണ്. പലരും പല രീതിയിലുള്ള ജോലികളിലായിരിക്കും, പലരും പല രീതിയിലുള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ആ സമയത്താണ് അന്ത്യദിനം കടന്നു വരിക. അപ്പൊ അന്ത്യദിനം കടന്നു വരുന്ന ദിവസം പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്നത്. ഖൈറു യൗമ തലഅതു അലൈഹി ശംസ് യൗമുൽ ജുമുഅ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം എന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീ ഖുലിക ആദം, ആദമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീ ഉദ്ഖിലൽ ജന്ന,
സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചതും അതുപോലെ തന്നെ ആ ദിവസം തന്നെയാണ് സ്വർഗത്തിന് അദ്ദേഹത്തെ പുറത്താക്കിയതും. ആദം നബിയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്, അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ചയല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ ഫീ ഖുലിക ആദം വഫീ ഖുബില വഫീ നഫ്ഖ വഫീ സഅഖത വക്സിറൂ അലയ്യ മിനസ് സലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആദം നബിയെ സൃഷ്ടിച്ചത് ആശയത്തിലുള്ള ഹദീസാണ്. പക്ഷേ ആദം നബി മരണപ്പെട്ടതും ഒക്കെ ഈ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ പേരിൽ ധാരാളമായി കൊണ്ട് സ്വലാത്തിനെ അധികരിപ്പിക്കണമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. മാത്രമല്ല ഈ അന്ത്യദിനത്തെ ഓരോ ജന്തു ജീവ വർഗങ്ങളും കാത്തിരിക്കുകയാണ്. ഈ അന്ത്യദിനം സംഭവിക്കുന്നതിന്, അന്ത്യനാട് സംഭവിക്കുന്നതിന് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ഓരോ ജന്തു ജീവജാലവർഗങ്ങളും. എന്നാലോ ഇതിനെ കാത്തിരിക്കാത്ത ആളുകളുണ്ട്. യൗമുൽ ജുമുഅത്തി മിൻ ഹീനി തുസ്ബിഹ ഹത്താ തത്ലു അശംസു ശഫക മിൻ സഅതി ഇല്ലൽ ജിന്ന വൽ ഇൻസ്. ജിന്നും മനുഷ്യനും ഒഴികെ ബാക്കി എല്ലാവരും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലാ ജന്തു ജീവജാലവർഗങ്ങളും വെള്ളിയാഴ്ചയായി കഴിഞ്ഞാൽ അന്ത്യദിനത്തെ പ്രതീക്ഷിക്കുകയാണ്, ഇന്ന് സംഭവിക്കുമോ എന്ന്. എന്നാലോ മനുഷ്യനും ജിന്നിനും അവർ അശ്രദ്ധരാണ്, അവരത് കാത്തിരിക്കുന്നുമില്ല, പ്രതീക്ഷിക്കുന്നതുമില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അത് പ്രതീക്ഷിക്കുക തന്നെ വേണം. ഇത് സംഭവിക്കും, ഭയാനകമായ സംഭവം, എല്ലാം അവസാനിക്കും. ശാസ്ത്രം വരെ തെളിയിച്ചു എന്നാണ് പറയുന്നത് ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്നത്. ഈ ലോകത്തിന് അന്ത്യമുണ്ട് എന്ന് ശാസ്ത്രം വരെ അംഗീകരിക്കുന്ന സംഗതിയാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സിലേക്ക് ഈ ജീവിതത്തെ വിട്ടേച്ചുകൊണ്ട് താൻ ഖബറിലേക്ക് കടന്നു പോകേണ്ടവരാണ് എന്ന ചിന്ത കടന്നു വരുന്നില്ല. എത്രയോ ആളുകളെ ഖബറിലേക്ക് ഇറക്കി വെച്ചവരാണ് നമ്മൾ, എത്രയോ ആളുകളുടെ ജനാസയെ പിന്തുടർന്നവരാണ് നമ്മൾ. നാട്ടിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ മരിക്കുന്നത് പല സന്ദർഭങ്ങളിലും ദിവസങ്ങളിലായി നമ്മൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് പോകാറുണ്ട്. ആ മരണ വീട്ടിൽ അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവാറുണ്ട്. പല രീതിയിലുള്ള അപകട മരണങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ്, അതിലൊക്കെ പങ്കാളികളുമാണ്. പക്ഷേ അവിടുന്ന് പോന്നു കഴിഞ്ഞാലോ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അസ്തമിക്കുകയാണ്, പിന്നെ അത് അശ്രദ്ധമാവുകയാണ്, നമുക്ക് ആ ചിന്ത വരുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ മരണത്തെക്കുറിച്ചും ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് എന്നതും ഇതിനുശേഷം വരാനിരിക്കുന്ന വിചാരണ, അതിനുശേഷം സ്വർഗവും നരകവും, ഇത് സത്യമാണ്, ഹക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരോട്, അവിടുത്തെയുള്ള മുഴുവൻ നാട്ടുകാരോടും കൂട്ടുകാരോടും വീട്ടുകാരോടും സ്നേഹിതന്മാരോടും ആ രാജ്യക്കാരോടും മുഴുവൻ അത് പറഞ്ഞു. യഥാർത്ഥമായി അള്ളാഹു മനസ്സിലാക്കിയ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. അല്ലാത്തവർ അന്ത്യദിനത്തെ നിഷേധിച്ചു കളഞ്ഞു. ഇന്നും നിഷേധിക്കുന്ന ആളുകളാണ് പല ആളുകളും, അത് നിഷേധിച്ചു കളയുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് അന്ത്യദിനത്തെക്കുറിച്ചുള്ള ഓർമ്മ കടന്നു വരുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർക്ക് ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ അന്ത്യദിനത്തെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരേണ്ടതുണ്ട്. കാരണം ഖിയാമത്ത് നാളിൽ ആദ്യമായി കൊണ്ട് ഉയർത്തിയെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അതുപോലും ആരാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അന സയ്യിദു വലദി ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. യൗമൽ ഖിയാമ വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നത് ഞാനാണ്. വഅവ്വലു ശാഫിഹ്, ഞാനാണ് ആദ്യമായി ശുപാർശ ചെയ്യുന്നത്. വഅവ്വലു മുശഫഹ്, ഞാനാണ് ആദ്യമായി ശുപാർശ സ്വീകരിക്കുന്നതും ശഫാഅത്തിന് അനുവാദം ലഭിക്കുന്നതും ഒക്കെ ഞാനാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ദിനം വന്നു കഴിഞ്ഞാൽ സമ്മേളനത്തിന്റെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ച് മഹ്ശറിലേക്ക് എത്തുന്ന ആ സന്ദർഭത്തിൽ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ഇഹലോകത്ത് വലിയ വലിയ സംവിധാനങ്ങളിലൂടെയൊക്കെ ജീവിച്ചിരുന്നവർ, വലിയ വലിയ സൗകര്യങ്ങളിലൂടെയും ഉന്നതമായ അധികാര പാണ്ഡവങ്ങളിലൂടെയും അല്ലെങ്കിൽ അധികാര സംവിധാനങ്ങളിലൂടെയും ജീവിച്ചിരുന്നവരും എല്ലാം, അതുപോലെ നേരാമത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരും, എല്ലാ വിഭാഗവും, എല്ലാ ജനങ്ങളും ആ അന്ത്യദിനത്തിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം. ഇതൊക്കെ സത്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഒന്നുമില്ലാത്ത നഗ്നരായിക്കൊണ്ട്, നഗ്നപാതരായിക്കൊണ്ട്, അവരുടെ വസ്ത്രമില്ലാതെ, കാലിൽ ചെരുപ്പില്ലാതെ, ഒന്നുമില്ലാത്ത, അവരുടെ ചേലാകർമ്മം പോലും കഴിക്കാത്ത അവസ്ഥയിലായിരിക്കും അവർ കടന്നു വരിക. ജനങ്ങൾ നഗ്നവാദരും അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരും നഗ്നരുമായിക്കൊണ്ടാണ്
അന്നേ ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട അവിടുത്തെ പത്നി ചോദിക്കുകയാണ്, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, അന്നിസാഉ വർ-റിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്. അന്നേ ദിവസം ഈ നഗ്നരായി കൊണ്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം അവരുടെ ഔറത്തിലേക്ക് നോക്കില്ലയോ, ദർശിക്കില്ലയോ, കാണില്ലയോ എന്ന അടിസ്ഥാനത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. പ്രവാചക തിരുമേനിയുടെ മറുപടി, യാ ആയിഷ, അല്ലയോ ആയിഷ, അൽ-അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. കാഠിന്യമുള്ള ഭയാനകമായ ആ ദിവസത്തിൽ അങ്ങുമിങ്ങും ദർശിക്കാൻ അവർക്ക് കഴിയില്ല, സാധിക്കില്ല. ഓരോരുത്തരും പേടിച്ചരണ്ടവരായിക്കൊണ്ട് ഭയപ്പാടോടുകൂടി നിൽക്കുമ്പോൾ അന്യരുടെ നഗ്നത പോയിട്ട് ഒന്നും അവരുടെ മനസ്സിലേക്ക് കടന്നു വരില്ല. അത്രത്തോളം ഭയാനകമായ ഒരു ദിവസമാണ്. പിന്നെയോ അന്ത്യദിനത്തിൽ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? പ്രവാചക തിരുമേനിയുടെ പിതാമഹനായ ഇബ്രാഹിം, പ്രവാചകന്റെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാം. പ്രവാചകൻ ഏതൊരു പ്രവാചകന്റെ പരമ്പരയിലൂടെയാണ് കടന്നു വന്നത്? ആ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിനെയാണ് ആദ്യമായി ഖിയാമത്ത് നാളിൽ വസ്ത്രം ധരിപ്പിക്കപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. അതുപോലെ ഓരോ വിഭാഗക്കാരും ഇങ്ങനെ അന്ത്യദിനത്തിൽ കടന്നു വരും. ഷഹീദായ മനുഷ്യനെ കൊണ്ടുവരും. അയാൾ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളവനായിക്കൊണ്ടായിരിക്കും കടന്നു വരിക. അതാണല്ലോ ഷഹീദായ ആളുകളെ കുളിപ്പിക്കാതെ അവരങ്ങനെ തന്നെ കഫൻ ചെയ്യുന്ന രൂപങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള അത്രത്തോളം വാസനയോടുകൂടി അവർ കടന്നു വരുന്നു. അതുപോലെ തന്നെ ഇഹ്റാമിലായിക്കൊണ്ട് മരണപ്പെട്ട വ്യക്തി, അയാൾ ഇങ്ങനെ തൽബീത്ത് ചൊല്ലിയിട്ടാണ് കടന്നു വരുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിശദീകരിച്ചു തരികയാണ്. പിന്നെയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ ഈ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെക്കുറിച്ച്, പേടിപ്പെടുത്തുന്ന രംഗങ്ങളെക്കുറിച്ച് നമ്മെ താക്കീത് ചെയ്യുകയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ ദിനത്തിൽ വിശ്വാസികളായ ആളുകൾ അതിനു വേണ്ടി ഒരുങ്ങുക തന്നെയാണ്. കാരണം ഈ ഖിയാമത്ത് നാളിനെ പല ആളുകളും നിഷേധിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും എത്രയോ ആളുകൾ ഇത് നിഷേധിച്ചു കളഞ്ഞു. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമോ, വീണ്ടും നമ്മുടെ എല്ലുകളും അതുപോലെ തന്നെ മാംസവും ഒക്കെ ഒരുമിച്ച് കൂട്ടുകയോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ വെറും കളവാണ്, അസത്യം, വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മുഹമ്മദിന്റെ ഈ വാക്കുകൾ എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ നിഷേധിച്ചു കളഞ്ഞു. ആര്? സത്യനിഷേധികളായ ആളുകൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിലൂടെ പഠിപ്പിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമഹ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനഹ. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ മരണത്തിന് ശേഷം അവന്റെ എല്ലുകൾ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ലെന്ന് അവൻ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ അവന്റെ വിരൽത്തുമ്പുകളെപ്പോലും ഞാൻ ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. ഈ വിരൽത്തുമ്പ് ലോകത്ത് ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ വിരൽത്തുമ്പ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങളുടെ വിരൽത്തുമ്പ് എനിക്കും ഉണ്ടാവില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണെന്ത്? എല്ലാവർക്കും വ്യത്യസ്തമായ വിരലടയാളമാണ്. ഇന്ന് കുറ്റാന്വേഷണ വിദഗ്ധര് അവരെ ഇങ്ങനെ ഓരോ ആളുകളെ പിടിക്കുമ്പോൾ എങ്ങനെയാണ്, ഒരാളെ കൊന്നിട്ട് അയാൾ ഓടുന്ന ഓട്ടത്തിൽ തന്റെ കൈയൊരു ഭാഗത്ത് പതിഞ്ഞാൽ മതി, എവിടെയെങ്കിലും പതിഞ്ഞാൽ മതി, അത് വെച്ചുകൊണ്ട് അയാളെ പിടിക്കാം. ഇന്ത്യ അത്രത്തോളം ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വിരലടയാള വിദഗ്ധരൊക്കെ ഇന്ന് അതിൽ വളരെയധികം സജീവമായിക്കൊണ്ട് കുറ്റാന്വേഷണത്തിൽ അവർക്ക് വലിയ സൗകര്യമാണ്. പക്ഷേ ഖുർആൻ ഉപയോഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ വിരലിനെ പോലും ശരിപ്പെടുത്താൻ നിങ്ങളുടെ റബ്ബിന് കഴിയുന്നുവെങ്കിൽ, അള്ളാഹ്ക്ക് കഴിയുന്നുവെങ്കിൽ, നീ മരണത്തിന് ശേഷം നിങ്ങളല്ല ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ അക്രമം ചെയ്താലും എന്തൊക്കെ നന്മ ചെയ്തവരാണോ അത് മുഴുവനും തീരുമാനിക്കാനും വിചാരണയുടെ ഒരു ദിനമായിക്കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഈ ദിനത്തിന് വേണ്ടി ആയിരിക്കണം അവരുടെ തയ്യാറാവലും ഒരുമിച്ച് കൂട്ടലും. കാരണം ആ സന്ദർഭത്തിൽ തൻ്റെ മാതാവിനെയും പിതാവിനെയും ഒരാളെയും നമുക്കറിയില്ല. അറിഞ്ഞാൽ പോലും അവരെ മെയിൻ ചെയ്യാൻ, അവരെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ചെകിടടിപ്പിക്കുന്ന ആ ശബ്ദം അത് കടന്നു വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ടുകൊണ്ട് ഓടി അകലുകയാണ്. തന്റെ മാതാവിനെയും പിതാവിനെയും സഹോദരനെയും തന്റെ മക്കളെയും എല്ലാം
ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ഓടിയകലുകയാണ്. അവിടെ ഒരാൾക്കും അങ്ങോട്ടും കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാനോ ഒന്നിനും സമയമില്ല. അവർക്ക് ആർക്കും കാത്തു നിൽക്കാനും സമയമില്ല. എല്ലാവരും ഓടിയകലും. അവരിങ്ങനെ മുമ്പിൽ കാണിക്കപ്പെടുന്ന സമയത്ത് പോലും യൗമ തകൂനു സ്സമാഉ കൽമുഹിൽ വതകൂനുൽ ജിബാലു കല്ലഹിൻ വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആകാശം ഉരുകിയ ലോഹം പോലെ, ആകാശം ഉരുകിയ ലോഹം പോലെ. എത്രത്തോളം ഒരു ലോഹം ഉരുകിയാൽ എത്ര ചൂടായിരിക്കും? അതിനോടാണ് ആകാശത്തെ അള്ളാഹു ഉപമപ്പെടുത്തുന്നത്. ആ ഉരുകിയ ലോഹം പോലെ അള്ളാഹ് ആകാശത്തെ ആക്കപ്പെടും. പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയും. ഒരൊറ്റ ബന്ധു മറ്റൊരൊറ്റ ബന്ധുവിനോട് യാതൊന്നും ചോദിക്കുകയില്ല. അവർ പരസ്പരം കണ്ടുമുട്ടുക പോലും ചെയ്താൽ അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയില്ല. അത്രത്തോളം ഭയാനകമായ സംഭവവും ദിവസവുമാണ് കടന്നു വരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവല്ലോ, പ്രവാചകന്റെ അരികിൽ തന്നെ വന്നിട്ട് ഒരു ജൂതനായ ഒരു മനുഷ്യൻ, പ്രവാചകന്റെ അരികിൽ ജൂത പുരോഹിതനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ്, ഇന്ന നജദ് അൻ ലില്ലാഹി യജ്അലു സ്സമാവാതി അലാ ഇസ്ബഅ് വൽ അർളീന അലാ ഇസ്ബഅ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് അദ്ദേഹം പറയാണ്, അല്ലാഹു ആകാശങ്ങളെ ഒരു വിരലിലും ഭൂലോകത്തെ ഒരു വിരലിലും, അതുപോലെ തന്നെ വശജറു അലാ ഇസ്ബഹ്, വൃക്ഷങ്ങളെ ഒരു വിരലിലും, വൽമാ അലാ ഇസ്ബഹ്, അതുപോലെ വെള്ളത്തെ ഒരു വിരലിലുമായി കൊണ്ടും, അതുപോലെ വസ്തറാ അലാ ഇസ്ബഹ്, അതുപോലെ മണ്ണിനെ ഒരു വിരലിലായി കൊണ്ടും, അങ്ങനെ എല്ലാം വസാഇരിൽ ഖൽഖി അലാ ഇസ്ബഹ്, മറ്റു എല്ലാ സൃഷ്ടികളെയും അല്ലാഹു ഒരു വിരലിലുമായി കൊണ്ട് അല്ലാഹ് ഇങ്ങനെ നിർത്തുന്ന ഒരു ദിവസം. എന്നിട്ട് അല്ലാഹ് പറയും, അനൽ മലിക്, ഞാനാണ് രാജാധിപതി രാജൻ, ഞാനാണ് ഏറ്റവും വലിയ രാജാധിപതൻ എന്ന് പറയുന്ന ഒരു ദിവസം. റസൂൽ ഇതിങ്ങനെ കേട്ടു. ഫളഹിക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അണപ്പല്ലുകൾ കാണുന്ന വിധത്തിൽ പുഞ്ചിരിക്കുകയാണ്. കാരണം ജൂതനായ ഒരു മനുഷ്യൻ പ്രവചിക്കുന്ന ഈ പ്രവചനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട്. എന്നിട്ട് റസൂൽ ഒരു ആയത്ത് ഓതി, വമാ ഖദറുല്ലാഹ ഖദരി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതു ബിയമീനി. അല്ലാഹുവെ കണക്കാക്കേണ്ട പ്രകാരം അവർ കണക്കാക്കിയില്ല. അവർ അങ്ങനെ കണക്കാക്കാത്തതിനാൽ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഴുവൻ അവന്റെ പിടിയിൽ ഒതുക്കിയിട്ട് അല്ലാഹ് ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഭൂമി മുഴുവൻ അവന്റെ പിടിയിൽ ഒതുങ്ങുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്ന ഒരു ഹദീസ് പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനൽ മലിക്, ഞാനാണ് രാജാധിപരാജൻ, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ സ്വേച്ഛാധിപതി. എന്നിട്ട് അല്ലാഹ് ചോദിക്കും, എവിടെ ഭൂമിയിലെ സ്വേച്ഛാധിപതികൾ? ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, അഹങ്കാരികൾ എവിടെ, സ്വേച്ഛാധിപതികൾ എവിടെ എന്ന് അല്ലാഹ് നാളെ ചോദിക്കുന്ന ഒരു സന്ദർഭം. എന്നിട്ട് 7 ഭൂമികളെയും അവൻ ചുരുട്ടും. എന്നിട്ട് അവ കയ്യിലെടുത്തുകൊണ്ട് അല്ലാഹ് വീണ്ടും പറയാണ്, അനിൽ മലിക്, ഞാനാണ് രാജാധിരാജൻ. ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, എവിടെ ഭൂമിയിലെ അഹങ്കാരികൾ, എവിടെ ഭൂമിയിലെ സ്വേച്ഛാധിപതികൾ എന്ന് അല്ലാഹ് ചോദിക്കുന്ന ഒരു ദിവസം. അപ്പൊ എത്ര വലിയ അധികാരമുണ്ടായാലും, എത്ര വലിയ സംവിധാനങ്ങളിലൂടെ സൗകര്യങ്ങളിലൂടെ തിമിർത്താടിയിട്ട് അഹങ്കാരിയും സ്വേച്ഛാധിപതിയും ദുഷ്ടനുമായി ജീവിച്ച മുഴുവൻ മനുഷ്യരെയും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്കായി കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അല്ലാഹ് ചോദിക്കുകയാണ്, എവിടെ സ്വേച്ഛാധിപതികൾ, എവിടെ ഭൂമിയിൽ അഹങ്കാരികൾ എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായരായി കൊണ്ട് നിൽക്കുന്ന ആളുകൾ, ഒന്നിനും കഴിയില്ല, അവർക്ക് ഒന്നിനും കഴിയാത്ത ഒരു സമയം. അങ്ങനെയുള്ള ആ സന്ദർഭം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസികളായ ആളുകൾ ഈ സന്ദർഭത്തെയും ദിവസത്തെയും ഓർത്തുകൊണ്ട് ഒരുങ്ങാൻ അവർക്ക് കഴിയണം. കാരണം എല്ലാം കത്തിക്കപ്പെടുകയും എല്ലാം നശിപ്പിക്കപ്പെടുകയും, ഭൂമിയിലെ ഓരോന്നും പർവ്വതങ്ങളെ നശിപ്പിക്കപ്പെടും. അതുപോലെ സമുദ്രങ്ങൾ, വൈദൽ ബിഹാറു സുജ്ജിറത്, സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വൈദൽ ബിഹാറു ഫുജ്ജിറത്, സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടും എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാം ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളെയും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് അത് മുഴുവനും നശിച്ചു പോകും. ആകാശം നശിച്ചു പോകും, നക്ഷത്രങ്ങൾ നശിച്ചു പോകും. നക്ഷത്രങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് ഇദശംസു കുവ്വിറത്
സൂര്യൻ ചുറ്റിപ്പതിയപ്പെടുമ്പോൾ, അതുപോലെ കണ്ണ് ആഞ്ചിപ്പോവുകയും ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, അതുപോലെ വൈദൽ കവാകിബുൻ തസറത്, നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ എന്നൊക്കെ അള്ളാഹ് പരിചയപ്പെടുത്തി. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംഭവം, ഈ കാണുന്ന ആകാശത്തിന്റെ മനോഹാരിതയിൽ എത്ര നല്ല ഭംഗിയാർന്ന രീതിയിൽ അള്ളാഹു സംവിധാനിച്ച നക്ഷത്രങ്ങളുണ്ടോ, ആ നക്ഷത്രങ്ങൾ മുഴുവനും കൊഴിഞ്ഞു വീഴും, എല്ലാം നശിച്ചു പോകും. ജന്തു ജീവജാല വർഗങ്ങൾ അവ മുഴുവനും വൈദൽ വുഹൂശ് ഹുശിറത്, വന്യമൃഗങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടും. അതുപോലെ വൈദൽ ലിശാർ ഉത്തിലത്, പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം പോലും പ്രസവിച്ചു പോകും എന്നാണ് ഖുർആൻ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളായ ആളുകളോട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ അവരുടെ ജീവിതത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് അവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നിനും കഴിയില്ല. തന്നെ ഈ തരത്തിലുള്ള തിന്മകളിലേക്ക് കൊണ്ടുപോയവനെ മുന്നിൽ കിട്ടുമ്പോൾ തർക്കിക്കുകയാണ് അവനോട്. എന്തിനാണ് നീ എന്നെ അധാർമികതയിലേക്കും അശ്ലീലതയിലേക്കും നിർജ്ജലതയിലേക്കും അതുപോലെ തിന്മയിലേക്കും പേക്കൂത്തുകളിലേക്കും മോശമായ സംഗതികളിലേക്കും എന്തിനാണ് നീ എന്നെ ആനയിച്ചത് എന്ന് അത്തരത്തിലുള്ള ആളുകളെ മുന്നിൽ കിട്ടുന്ന സമയത്ത് ചോദിക്കും. അവന്റെ അവയവം പോലും അവനെതിരായി സംസാരിക്കുകയാണ്. കൈ സംസാരിക്കുന്നു, കാലതിന് സാക്ഷി നിൽക്കുന്നു, ശരീരം മുഴുവനും അവന്റെ വായ അടക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ നിസ്സഹായനായിക്കൊണ്ട് ആ കൈ പറയുന്നു ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, ഇന്നത് പിടിച്ചു, കാല് പറയുന്നു അവിടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു എന്നതിന് സാക്ഷി നിൽക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥ വിശ്വാസികളായ ആളുകളിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അവരതിനു വേണ്ടി ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഭയാനകമായ ഒരു ദിവസം കടന്നു വരുമ്പോൾ എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സകാത്ത് കൊടുക്കേണ്ട ആളുകൾ കൃത്യമായി സകാത്ത് കൊടുക്കണം. സകാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് വിഷാദിക്കത്താല് തോല് പോലും ഉരിഞ്ഞു പോയിട്ടുള്ള ഭയങ്കരമായ വിഷമുള്ള സർപ്പങ്ങൾ വരും. മാമിന്റെ ജുലിൽ ഹുമാറിൻ ലാ യുഅദ്ദി ഹഖ മാലിഹി ലാ ജുഇല ലഹു തൗകൻ ഫീ ഉൻകിഹി ശുജാഉൻ നക്റഹ്. സമ്പത്തുള്ള ഏതൊരു വ്യക്തിയും തന്റെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം നൽകിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ അരികിലേക്ക് ഒരു പാമ്പ് വരും, എന്നിട്ട് അയാളെ ചുറ്റിപ്പൊതിയും. വിഷാദിക്കത്യാല് തൊലിപോയ അത്രത്തോളം കാഠിന്യമുള്ള വിഷത്തിന്റെ പാമ്പ് അയാളുടെ കഴുത്തിൽ ചുറ്റപ്പെടും. അതേപോലെ അയാൾക്ക് ഒട്ടകങ്ങളുണ്ട്, ആടുകളുണ്ട്, മാടുകളുണ്ട്. ഇതിന്റെ സക്കാത്ത് കൊടുക്കാത്ത ഒരു മനുഷ്യനാണെങ്കിലോ അയാളുടെ അരികിലേക്ക് ഒട്ടകം വരും. അതുപോലെ കുതിരകൾ ഉണ്ടെങ്കിൽ കുതിരകൾ വരും. അതുപോലെ തന്നെ പശു, അതുപോലെ പോത്ത്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ ജീവികളുണ്ടോ, സക്കാത്ത് ഏതിനൊക്കെ ഉണ്ടോ അത് കൊടുത്തില്ല എങ്കിലും അത് മുഴുവനും അയാളുടെ അരികിലേക്ക് വരും. എന്നിട്ട് അയാൾക്ക് നേരെ അത് തിരിഞ്ഞുകൊണ്ട് അതിന്റെ കൊമ്പ് കൊണ്ട് കുത്തിയിട്ട് ഇയാളെ എങ്ങനെയൊക്കെ ചവിട്ടി മെതിക്കാവോ അങ്ങനെ മുഴുവനും ക്രൂരമായി കൊണ്ട് അയാളെ പ്രഹരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ആ ദിവസം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഭയാനകത എത്രത്തോളം നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ, സകാത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഒരുപാട് സമ്പത്ത് നമുക്ക് നൽകിയിട്ട് അതിൽ നിന്ന് 2.5% അത് നിന്റേതല്ല. നിനക്ക് 100 രൂപയുണ്ടെങ്കിൽ അത് 2.5 രൂപ നിന്റേതല്ല എന്ന രീതിയിൽ പഠിപ്പിച്ചുവെങ്കിൽ ആ 2.5 അത് ജനങ്ങളുടേതാണ്, അത് അവർക്ക് കൊടുക്കുക. ബാക്കി മുഴുവൻ 97.5 നിന്റേതാണ്. നിനക്കെടുക്കാം, നിനക്ക് ഉപയോഗിക്കാം, നിനക്ക് അതുമായി കൊണ്ട് ജീവിക്കാം. പക്ഷേ അർഹപ്പെടാതെ അനർഹമായിട്ടുള്ളത് നീ എടുക്കേണ്ടതില്ല. അതുപോലെ മറ്റൊരു വിഭാഗത്തെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും, അഹങ്കാരികളായ മനുഷ്യന്മാരെ. ജീവിതത്തിൽ പല രീതിയിൽ അഹങ്കാരം കടന്നു വരുന്ന ആളുകൾ, അത് വസ്ത്രം വലിച്ചിഴക്കുന്നിടത്താണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ. ഇപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പറയാണ്, ഒരാൾ ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കഴിക്കാം, അപ്പൊ അയാളുടെ സഹോദര വലത്തെ കൈ കൊണ്ട് കഴിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു വെച്ചുകൊണ്ട് നടക്കുമ്പോൾ സഹോദര ഒന്ന് മുകളിലേക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ എനിക്കത് പറ്റുകയില്ല, ഞാനത് ചെയ്യില്ല. അങ്ങനെ ഏതേത് ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും എനിക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമാണത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വെച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദര വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് പറ്റുകയില്ല. അദ്ദേഹത്തിന്റെ കൈ തളർന്നുപോയി, മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ കൈ പിന്നീട് വായിലേക്ക് പൊങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അഹങ്കാരം കടന്നു വരാൻ പാടില്ല. അഹങ്കാരികൾക്ക് ഭയാനകമായ ശിക്ഷയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിക്കുകയാണ് 3 വിഭാഗം ആളുകൾ.
സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമഹ വലാ യുസക്കീഹിം. 3 വിഭാഗം ആളുകൾ അല്ലാഹു അന്ത്യദിനത്തിൽ അവരിലേക്ക് നോക്കുകയില്ല, അതുപോലെ അവരെ ശുദ്ധീകരിക്കുകയില്ല. ഏതൊക്കെയാണ് ആ 3 വിഭാഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശൈഖുൻ സാൻ, വൃദ്ധനായ വ്യഭിചാരി, അതുപോലെ വമലിക്കുൻ കസാബ്, കള്ളം പറയുന്ന ഭരണാധികാരി, വആഇലുൽ മുസ്തക്ബിർ, അഹങ്കാരിയായ അന്യാശ്രയക്കാരൻ. അതായത് അയാൾക്ക് അഹങ്കാരം, അതായത് സമ്പത്തൊന്നുമില്ല, പാവപ്പെട്ടവനാ, പക്ഷെ ഭയങ്കരമായ അഹങ്കാരമുള്ള മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകൾ, അവരിലേക്ക് അള്ളാഹ് നോക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവരെ ഒരു രീതിയിലും ശുദ്ധീകരിക്കുകയുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. മറ്റൊരു 3 കൂട്ടരെ കൂടെ വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. 3 വിഭാഗം ആളുകൾ, അവർക്ക് വലഹും അദാബുൻ അലീം, ഭയാനകമായ ശിക്ഷ വരാനിരിക്കുന്നു. അവരോടും അല്ലാഹു അവരോട് സംസാരിക്കയില്ല അന്ത്യദിനത്തിൽ, വലാ യുൻദുറു അലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല, വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. ഏതാണ് ആ 3 വിഭാഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. വഴിയാത്രക്കാരായ ആള്, അയാൾക്ക് തന്റെ അടുക്കൽ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുണ്ടായിട്ട് വെള്ളം, തന്റെ അരികിൽ വെള്ളമുണ്ട്, ഒരു വഴിയാത്രക്കാനായ മനുഷ്യൻ അതിനെ പോകുമ്പോൾ അയാൾക്കത് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ അല്ലാഹു ശുദ്ധീകരിക്കില്ല. അതുപോലെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്ക് വിറ്റഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവരിലേക്കും അല്ലാഹു നോക്കുകയില്ല. പിന്നെ ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തിയത് ഭരണാധികാരി. ഭരണാധികാരിയുടെ അരികിൽ വന്നുകൊണ്ട് ഞാൻ യഥാർത്ഥമായ ജീവിതം നയിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ആ പ്രതിജ്ഞയെ ലംഘിക്കുന്ന മനുഷ്യനുണ്ടോ, അവനെയും അല്ലാഹു നാളെ നോക്കുകയില്ല, ശുദ്ധീകരിക്കുകയില്ല, സംസാരിക്കുകയില്ല. കള്ളസത്യം ചെയ്യുന്ന അങ്ങനെയുള്ള മനുഷ്യനെയും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട്. പിന്നെയോ നമ്മളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വ്യവഹാരങ്ങൾ, ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ നടത്തുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒരുപാട് നമ്മുടെ വാക്കുകളെ വിശ്വസിക്കുന്ന ആളുകൾ. അവരോട് വാഗ്ദാന ലംഘനം നിർവഹിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല. അങ്ങനെ ചതിക്കുന്ന ആളുകൾ ചതിയന്മാരായ മനുഷ്യന്മാര് അന്ത്യദിനത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ പൃഷ്ഠഭാഗത്ത് ഒരു പതാകയുണ്ടാകും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുപോലെ മറ്റൊരു വിഭാഗം അറിവുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവരും. അവർക്ക് അറിവുണ്ട്, പക്ഷേ ജനങ്ങൾക്കത് പറഞ്ഞു കൊടുത്തില്ല, അവർ മൂടി വെച്ചു. വല്ലവനും ഒരറിവ് ചോദിക്കുകയും ആ അറിവ് അയാളടുത്ത് ഉണ്ടായിട്ട് അത് മറച്ചു വെക്കുകയും ചെയ്താൽ അന്ത്യദിനത്തിൽ അയാൾക്ക് തീ കൊണ്ടുള്ള ഒരു കടിഞ്ഞാണായിരിക്കും അയാൾ അണിയിക്കപ്പെടുക. ആരെ? അറിവുള്ള മനുഷ്യനെ. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിക്കുകയാണ്. ഏത് വിഭാഗം? വിമുഖനായ മനുഷ്യൻ. ഒരാളുടെ അരികിൽ ഒരു സ്വഭാവം, മറ്റേ ആളുടെ അരികിൽ എത്തുമ്പോൾ വേറൊരു സ്വഭാവം. ഇങ്ങനെ 2 സ്വഭാവം കാണിക്കുന്ന ഇരട്ട മുഖത്തിന്റെ ഉടമ, അയാൾക്കും ഖിയാമത്ത് നാളിൽ ശിക്ഷയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ കാന ലഹു വജ്ഹാനി ഫിദ് ദുനിയ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാൻ മിന്നാർ. ദുനിയാവിൽ വല്ലവനും ഇരുമുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളുടെ അരികെ എത്തുമ്പോൾ അയാൾക്കനുസരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പെരുമാറിക്കൊണ്ടും അയാളുമായി കൊണ്ട് ഇടപഴകിക്കൊണ്ട്, മറ്റാളുടെ അരികേക്ക് എത്തുമ്പോൾ അയാൾക്കനുസരിച്ചുകൊണ്ട് ഇയാളെ എതിർത്തുകൊണ്ട് 2 മുഖം കാണിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ അവർ അന്ത്യദിനത്തിൽ തീ കൊണ്ടുള്ള നാവായിരിക്കും അവർക്കുണ്ടാവുക. എത്രത്തോളം ഭയാനകമാണതൊക്കെ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പിന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന മനുഷ്യൻ. ഖിബില എന്നത് പരിശുദ്ധമാണ്. കഅബ സ്ഥിതി ചെയ്യുന്ന ഭാഗം പരിശുദ്ധമാണ്, അത് മഹത്വവും പവിത്രവുമാണ്, അതിനെ നിന്ദിക്കാൻ പാടില്ല. മൻ തഫല ലിതജാഹൽ ഖിബില ജാഅ യൗമൽ ഖിയാമത്തി തഫ്ലിഹു ബൈന ഐനൈൻ. വല്ലവനും ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ, താൻ തുപ്പിയത് തന്റെ കണ്ണുകൾക്കിടയിലായിരിക്കെ അയാൾ അന്ത്യദിനത്തിൽ വരും. അയാൾ അന്ത്യദിനത്തിൽ വരിക 2 കണ്ണിന്റെയും ഇടയിലായിക്കൊണ്ട് ആ തുപ്പലുമായിക്കൊണ്ടാണ് അയാൾ കടന്നു വരിക. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കണ്ടിരുന്നു. ഖിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്നത് പവിത്രമാണ്, മഹനീയമാണ്, അതിനെ അനാദരിക്കാതെ. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം എന്നത്, താനൊരു സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ടില്ല, പക്ഷേ സ്വപ്നം കണ്ടു, കിനാവ് കണ്ടു എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും ഭയാനകമായ ശിക്ഷയെ വരാനിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. പിന്നെയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലഅലമന്ന ഖവാമിൻ മിൻ ഉമ്മതി
എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്റെ വിഭാഗത്തിൽപ്പെട്ട, എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്റെ സമൂഹത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ജനങ്ങളെ ഞാൻ തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്താണ് ഇവര്? ഏതാണ് ആ വിഭാഗം? യൗമുൽ ഖിയാമ, അന്ത്യദിനത്തിൽ, ബിഹസനാതി അംസാലി ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തോളം നന്മകളായിക്കൊണ്ട് ഒരുപാട് ദിക്റുകൾ അവർ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് നമസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്തു, ഒരുപാട് സ്വതക്ക ചെയ്തു, ഒരുപാട് നന്മകൾ ജനങ്ങൾക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്ത് വെള്ള നിറമുള്ള തിഹാമ പർവ്വതത്തോളം നന്മകളുമായി കൊണ്ട്, വെള്ള നിറമുള്ള തിഹാമയോളം പോലെ അല്ലെങ്കിൽ അത്രത്തോളം നന്മകളുമായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്, വെളുത്ത തിഹാമയെ പോലെ ഒരുപാട് നന്മകളുമായി ഒരു വിഭാഗം കടന്നു വരും. എന്നിട്ടോ അവരുടെ നന്മകൾ മുഴുവനും ധൂളികളായി പോകും. ഒന്നും ഉണ്ടാവില്ല അവർക്ക്, ഒക്കെ ധൂളികളായി പോകും. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. ആ വിഭാഗത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയാലും, എന്നാൽ ഞങ്ങളത് ശ്രദ്ധിക്കാമല്ലോ, അവരിലേക്ക് പെട്ടുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാമല്ലോ റസൂലേ. ഏതാണ് ആ വിഭാഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുകും വമിൻ ജിൽദികും ജിൽദതികും വയഖുദൂന മിനൽ ലൈൽ കമാ തഖുദൂന വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാഹ് ഇൻതഹഖൂഹാ. ഏതാണ് ആ വിഭാഗം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവരും നിങ്ങളെപ്പോലെയുള്ള സഹോദരങ്ങളാണ്. നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടതുപോലെ, നിങ്ങൾ നിർവഹിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, നന്മകൾ ചെയ്തവർ തന്നെയാണ് അവരും. പക്ഷേ അവർ ഒറ്റപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റൂമിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിഷിദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്യും. അല്ലാഹ് ഹറാമാക്കിയ സംഗതികൾ ഏതൊക്കെയുണ്ടോ ആ ഹറാമുകൾ ചെയ്യുന്നവർ തന്നെ തന്റെ ഉപ്പ കാണുന്നില്ല, ഉമ്മ കാണുന്നില്ല, തന്റെ ഓഫീസിലെ തന്റെ മാനേജർ കാണുന്നില്ല, അല്ലെങ്കിൽ തന്റെ സഹപ്രവർത്തകര്, സ്നേഹിതന്മാര്, സുഹൃത്തുക്കൾ, താനുമായി ബന്ധപ്പെട്ടവർ ആരും തന്നെ കാണാത്ത ഒരു സന്ദർഭം, അത് കാണുമ്പോൾ ഒരു തിന്മ ചെയ്യാൻ കൊതിച്ചുകൊണ്ട് തിന്മ ചെയ്യുന്നവരായ വിഭാഗമുണ്ടല്ലോ, അവർക്ക് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവർ ഒരുപാട് നന്മകൾ ഉണ്ടാവും. വെള്ള നിറമുള്ള തിഹാമയോളം നന്മകൾ ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷേ അതവർക്ക് ഉപകാരപ്പെടുന്നില്ല. എല്ലാം ചിന്നിച്ചിതറിയ ധൂളികളായി കൊണ്ട് പോകുന്ന ഒരു ദിവസത്തെയാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിലൂടെ പരിചയപ്പെടുത്തുന്നത്. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്, പരോദ്രവകാരിയായ ഒരു മനുഷ്യൻ, അതായത് ഒരുപാട് തിന്മകൾ ചെയ്യുന്ന. എങ്ങനെ തിന്മകൾ ചെയ്യുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതദറൂന മൽ മുഫ്ലിസ്. ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയുമോ? പാപ്പരായ മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹിന്റെ സഹാബത്ത് ചോദിക്കുകയാണ്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലനാ വലാ മതാഹ്. സമ്പത്തില്ലാത്തവൻ, അതായത് യാതൊരു രീതിയിലും ഒരു ദീനാർ പോലും കയ്യിലില്ലാത്തവൻ, ഒന്നുമില്ലാത്ത ഒരു വിഭാഗത്തിനെയാണ് മുഫ്ലിസ് എന്ന് പറയുക എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വയഅതി ഖദ് ശതമ ഹാദാ വകദഫ ഹാദാ വഅകല മാല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ധാരാളമായി നമസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പ് നോറ്റുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉള്ള സക്കാത്തുകളും സ്വതക്കയും സ്വലാത്തും നോമ്പും ഒക്കെ ആയിക്കൊണ്ട് ഒരു വിഭാഗം വരും. അവൻ നാളെ വരും. എന്നിട്ടോ ആ വ്യക്തി അവൻ വരും, പക്ഷേ അവൻ ഒരാളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും. ആ വ്യക്തി ഒരു വ്യക്തിയെ ഒന്നെങ്കിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഓരോ വ്യക്തിയെയും പ്രഹരിച്ച തന്റെ നാവ് കൊണ്ട്, തന്റെ പേന കൊണ്ട്, തന്റേതായ രീതിയിലുള്ള ഏതെങ്കിലും ഒരു മെയിലുകളിലൂടെ, മെസ്സേജുകളിലൂടെ, ജിമെയിലൂടെ, ഗൂഗിളിലൂടെ, ട്വിറ്ററിലൂടെ, അല്ലെങ്കിൽ ഏത് സംവിധാനങ്ങളിലൂടെ ആണെങ്കിലും ഒരു വ്യക്തിയെ അപമാനിക്കുന്ന ഒരു മനുഷ്യൻ, അയാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അയാളെ നിന്ദിക്കുകയും അയാളെ നിരുത്സാഹപ്പെടുത്തുകയും അയാളെ മോശമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അയാളെ അന്ത്യദിനത്തിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ ഇയാളുടെ അമലുകൾ മുഴുവനും അയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മുഫീസായി കൊണ്ട് കടന്നു വരുന്ന ഒരു വിഭാഗത്തെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന യഥാർത്ഥമായ വിശ്വാസ സംഹിതകളിലൂടെ, സംവിധാനങ്ങളിലൂടെ, ഉന്നതമായ സംവിധാനങ്ങളിലൂടെ, സൗകര്യങ്ങളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, പ്രബോധന മാർഗങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും തന്നെ
മുഫ്ലിസായിക്കൊണ്ട് കടന്നു വരാൻ പാടില്ല. തിഹാമ പർവ്വതത്തോളം നന്മകൾ ചെയ്തുകൊണ്ട് മുഴുവനും ധൂളികളായി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ, സാഹചര്യത്തിലൂടെ ഒരിക്കലും നമ്മൾ കടന്നു പോകാൻ പാടില്ല. നമ്മുടെ സഹോദരനെ നിന്ദിക്കുകയോ അപമാനിക്കുകയോ മോശമാക്കുകയോ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ അഴിബത്തോ നമീമത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപവാദ പ്രചാരണങ്ങളോ നമ്മുടെ ഏതെങ്കിലും ഒരു സ്നേഹിതന്റെ മേൽ നമ്മൾ ചുമത്തിക്കഴിഞ്ഞാൽ, അയാൾ അതല്ല എങ്കിൽ, അയാൾ അതിന്റെ ഉടമയല്ല എങ്കിൽ, നാളെ നമ്മുടെ അമലുകൾ മുഴുവൻ അയാൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മുഫ്ലിസായിക്കൊണ്ട്, പാപ്പരനായിക്കൊണ്ട്, ഒന്നുമില്ലാത്തവനായിക്കൊണ്ട് കടന്നു വരുന്ന ഒരു ദിനത്തെ നമ്മൾ ഭയപ്പെടണം, ഓർക്കണം. നമ്മൾ ഇവിടെ ചെയ്യുന്നത് ചിലപ്പോൾ ദഅവത്തായിരിക്കും, ചിലപ്പോൾ പ്രബോധനമായിരിക്കും, ചിലപ്പോൾ നസീഹത്തായിരിക്കും. പക്ഷേ ആ നസീഹത്ത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ മൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർ ബിയദിഹി, തന്റെ കൈ കൊണ്ട് അതിനെ തടുക്കണം. ഫൈലം യസ്തതി ഫബിലിസാനിഹി, അതിന് സാധ്യമല്ല എങ്കിൽ തന്റെ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം, എടോ സഹോദര തിന്മയാണ് ചെയ്യരുത്, ഇത് നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണം. ഫൈലം യസ്തതി ഫബിഖൽബിഹി, അതിനും സാധ്യമല്ലെങ്കിൽ തന്റെ ഹൃദയം കൊണ്ട് വെറുക്കണം. വദാലിക അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയായിക്കൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് നമ്മൾ ഒരാളെ തിന്മ കണ്ടാൽ അത് അയാളോട് പറയണം, നീ അത് ചെയ്യരുതേ, അത് പ്രവർത്തിക്കരുതേ, അത് പ്രചരിപ്പിക്കരുതേ, അതിന്റെ പ്രയോക്താവും പ്രവിതാവും നീ ആയിത്തീരരുതേ, ഇത് അയാളോട് പറയണം. കാരണം നാളെ റബ്ബിന്റെ കോടതിയിൽ ഇത്തരത്തിലെ തിന്മകൾ ചെയ്തുകൊണ്ട് ആളുകൾ കടന്നു വരുന്ന ദുസ്സഹായമായ ഒരവസ്ഥയിൽ അയാളും റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കേണ്ടി വരും. നമ്മൾ അയാളുടെ കൂടെ കൂടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അയാളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അയാളെ പരിഹസിക്കാനോ അയാളെ നിന്ദിക്കാനോ ആയിക്കൊണ്ട് നമ്മൾ അയാളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരാവശ്യമില്ല. അയാൾ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരിക തന്നെ ചെയ്യും, അയാൾ റബ്ബ് വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഏതൊക്കെ രീതിയിലുള്ള തിന്മകൾ ചെയ്തവനാണോ അവനെ മുഴുവൻ അല്ലാഹു നാളെ വിചാരണ ചെയ്യുന്നതാണ് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയെങ്കിലും നമ്മൾ നമ്മുടേതായ അമലുകള്, നമ്മുടേതായ പ്രവർത്തനങ്ങൾ അത് നന്നാക്കി തീർക്കാനും ഒരു രീതിയിലുള്ള തിന്മകൾ നമ്മിലേക്ക് കടന്നു വരാതെ നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ തിന്മ കണ്ടാൽ അയാളോട് ഗുണകാംക്ഷയോടെ, സഹോദര ഇത് തിരുത്തണമെന്ന് ഗുണകാംക്ഷയോടെ നസീഹത്തോടെ പറയാനായിരിക്കണം വിശ്വാസികളായ ആളുകൾ കഴിയേണ്ടത്. ഇല്ലെങ്കിലോ നമ്മൾ ഒന്നിനും കഴിയാത്ത നിസ്സഹായരായിക്കൊണ്ട് നാളെ നിൽക്കേണ്ടി വരും. നമ്മുടെ അമലുകൾ മുഴുവൻ അയാൾക്ക് കൊടുത്തിട്ട് ഒന്നുമില്ലാത്തവരായി നിൽക്കേണ്ടി വരുന്ന ദിവസത്തെ ഭയപ്പെടുക സഹോദരങ്ങളെ. നമ്മുടെ മുൻഗാമികൾ കടന്നു പോകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന അമിതമായ താല്പര്യത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബി വര്യന്മാര്, പ്രവാചകന് വേണ്ടി ശരീരം മുഴുവനും അർപ്പിക്കപ്പെട്ട സഹാബി വര്യന്മാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന മുഴുവൻ ആളുകളും അവർ മുഴുവൻ റബ്ബിന്റെ കോടതിയിൽ വന്നുകൊണ്ട് ശരീരം അവിടുത്തേക്ക് സമർപ്പിച്ചു, ജീവിതം സമർപ്പിച്ചു, എല്ലാം സമർപ്പിച്ചു എന്ന് പറഞ്ഞ് അവരൊക്കെ അവരുടെ നന്മകൾ നാളെ ചോദിച്ചു വാങ്ങും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വാങ്ങും. നമ്മളും അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, സമയം അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുദീർഘമായ ഒരു വിഷയമായതിനാൽ തന്നെ വിഷയത്തിന്റെ ഗൗരവം വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇൻഡെക്സ് നോക്കിയിട്ട് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുക, ഹദീസുകൾ പഠിക്കുക. അങ്ങനെ ജീവിതത്തിൽ നന്മയുള്ളവരായിക്കൊണ്ട് യഥാർത്ഥ മുത്തക്കികളും മുഹ്ലിസുകളുമായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മുടെ അമലുകൾ ബാത്തിലായി പോകാൻ പാടില്ല. പരലോകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെയുള്ള ആയത്തുകളിലൂടെ ആ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് വിശ്വാസം ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.